ആർസി ബുക്ക് പ്രിന്റിംഗ് നടക്കാത്തതിനെ തുടർന്ന് സെക്കൻഡ് ഹാൻഡ് വാഹന വിപണി വൻ തകർച്ച നേരിടുകയാണ്. എത്രയും പെട്ടെന്ന് ആർസി ബുക്ക് പ്രിന്റ് ചെയ്ത് നൽകണമെന്നും ആർസി ബുക്ക് ഗവൺമെന്റിന്റെ ഔദാര്യമല്ല ഉടമയുടെ അവകാശമാണെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് കേരളത്തിലെ 14 ജില്ലകളിലെയും ആർടി ഓഫീസിലേക്ക് ഒരേ സമയം കേരള സ്റ്റേറ്റ് ഡീലേഴ്സ് ആൻഡ് ബ്രോക്കേഴ്സ് അസോസിയേഷൻ പ്രതിഷേധ റാലിയും ധർണയും നടത്തി. അതിന്റെ ഭാഗമായി എറണാകുളം ജില്ലയിലെ പ്രതിഷേധം കാക്കനാട് ആർടി ഓഫീസിന് മുന്നിൽ എറണാകുളം MP ഹൈബി ഈഡൻ ഉദ്ഘാടനം ചെയ്തു. ഞാൻ എന്റെ വാഹനം നിങ്ങൾക്ക് ഒരാൾക്ക് വിൽക്കുക, അതാണ് നിങ്ങൾ ചെയ്യുന്ന ജോലി. ആ വിൽക്കുന്ന വാഹനം അതിന്റെ ആർസി ബുക്ക് മാറ്റിയിട്ടില്ല. ഞാൻ എന്തെങ്കിലും ഒരു ക്രൈമിൽ ഇൻവോൾവ് ചെയ്തിട്ടുണ്ട് എങ്കിൽ ഇന്ന് രാജ്യത്ത് നിലനിൽക്കുന്ന നിയമ സംവിധാനങ്ങൾക്കെതിരായിട്ടുള്ള ഒരു ഗുണ്ടാ സംഘത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു വാഹനമായി എന്റെ മാറുന്ന, കള്ള കടത്തും സ്പിരിറ്റും കടത്തുന്ന ഒരു വാഹനമായി എന്റേത് മാറിയ, ഒരു കൊട്ടേഷൻ സംഘത്തിന് വേണ്ടി പോകുന്ന ഒരു വാഹനമായി മാറിയാൽ, അല്ലെങ്കിൽ അത് വെച്ച് എത്രത്തോളം ഇല്ലീഗൽ ആക്ടിവിറ്റീസ് ചെയ്യാൻ സാധിക്കും, ആ ആക്ടിവിറ്റീസ് എല്ലാം ചെയ്താലും സ്വാഭാവികമായും അതിന്റെ ഓണർഷിപ്പ് മാറാതിരിക്കുന്ന സാഹചര്യം എന്ന് പറയുന്നത് ദൗർഭാഗ്യകരമായ ഒരു സാഹചര്യമാണ്. ഇതുപോലുള്ള നിയമ സംവിധാനത്തിലെ ഒരുപാട് നൂലാമാലകൾ നിലനിൽക്കുന്ന ഒരു സ്റ്റേറ്റായി കേരളം നിലനിൽക്കുകയാണ്. കേരളത്തിൽ ഒരു സൈഡിൽ വികസന പദ്ധതികൾക്ക് പണമില്ല എന്ന് സർക്കാർ പറയുമ്പോൾ വളരെ എളുപ്പത്തിൽ പണം ലഭിക്കുന്ന ഈ പെറ്റി ഫയലുകൾ, അത് സാങ്കേതികമായി വേഗത്തിൽ സമാഹരിക്കാൻ പറ്റുന്ന പണം സർക്കാർ ജനങ്ങളിൽ നിന്ന് സമാഹരിക്കുന്നില്ല. സ്വയം തൊഴിൽ കണ്ടെത്തുന്ന അല്ലെങ്കിൽ സർക്കാർ തൊഴിലിനെ ആശ്രയിക്കാതെ 10,000-കണക്കിന് ലക്ഷക്കണക്കിന് വരുന്ന ഇടനിലക്കാർക്ക്, ചെറുപ്പക്കാർക്ക് തൊഴിൽ കിട്ടുന്ന ഒരു മേഖല, ആ മേഖല പരിപൂർണമായി തകർക്കുന്ന കേരളത്തിലെ മറ്റ് ശാസ്ത്രീയമായ ഇന്ന് നടക്കുന്ന പരിഷ്കാരങ്ങളെ കുറിച്ചൊന്നും തന്നെ ഞാൻ പറയുന്നില്ല. മോട്ടോർ വാഹന വകുപ്പിൽ നടക്കുന്ന ഒരുപാട് പരിഷ്കാരങ്ങൾക്കെതിരെ വലിയ ജനരോക്ഷം നിലനിൽക്കുന്ന ഒരു കാലഘട്ടത്തിൽ കൂടിയാണ് ഇന്ന് ആർസി ബുക്ക് സർക്കാർ പ്രിന്റ് ചെയ്യുന്നത് സ്വകാര്യ മേഖലയിലേക്ക് കൈമാറിയത് കൊണ്ട് തന്നെ, ആ സ്വകാര്യ മേഖലയ്ക്ക് പണം നൽകാത്തത് കൊണ്ട് തന്നെ ഇന്ന് ആർസി ബുക്കുകൾ പ്രിന്റ് ചെയ്ത് കൊടുക്കാത്ത ഒരു വലിയ ഗുരുതരമായ പ്രതിസന്ധി ഈ മേഖലയിൽ സൃഷ്ടിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് ഇന്ന് കേരളത്തിലെ യൂസ്ഡ് വെഹിക്കിൾ ഓണേഴ്സിന്റെയും ഡീലേഴ്സിന്റെയും ഈ അസോസിയേഷൻ മുന്നോട്ട് വെക്കുന്ന ഏറ്റവും നീതീകരിക്കാൻ കഴിയുന്ന, ഏറ്റവും ന്യായമായ ഈ പ്രശ്നത്തിന്റെ സർക്കാർ അടിയന്തരമായി പരിഹാരം കാണണം. ഇല്ലെങ്കിൽ സമരം അതിന്റെ ഏറ്റവും തീക്ഷ്ണമായ രൂപത്തിൽ ഇനിയും തുടരുമെന്ന മുന്നറിയിപ്പ് നൽകിക്കൊണ്ട് ഈ ധർണാ സമരത്തിന് എല്ലാവിധ അഭിവാദ്യങ്ങളും നേർന്നുകൊണ്ട് ഇത് ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുന്നു. നന്ദി, നമസ്കാരം. ആർസി ബുക്കുകൾ എത്രയും പെട്ടെന്ന് പ്രിന്റ് ചെയ്ത് ഉടമകൾക്ക് നൽകിയില്ലെങ്കിൽ വലിയ പ്രക്ഷോഭത്തിലേക്ക് നീങ്ങുമെന്ന് ധർണയുടെ അധ്യക്ഷൻ എറണാകുളം ജില്ലാ പ്രസിഡന്റ് അബ്ദുൽ സമദ് പറഞ്ഞു. കാശ് കയ്യിൽ വെച്ചുകൊണ്ട് കച്ചവടം ചെയ്യുന്ന ആളുകൾ വളരെ കുറവാണ്. ഷോറൂമുകൾ ധാരാളമുണ്ട്. ഓരോ ഷോറൂമിലും 4-5 ആളുകൾ പാർട്ണർഷിപ്പ് വ്യവസ്ഥയിലാണ് ഈ വ്യാപാരം നടത്തിക്കൊണ്ടു പോകുന്നത്. എല്ലാവരുടെയും ആധാരങ്ങൾ എല്ലാ ബാങ്കിലും പണയത്തിലാണ്. അധികാരപ്പെട്ടവർക്ക് അന്വേഷിച്ചാൽ വ്യക്തമായി അറിയാൻ കഴിയും. അങ്ങനെയുള്ള ഒരു മേഖല 2023 ഒന്ന് ക്ലച്ച് പിടിച്ച് വരുന്നതേ ഉള്ളൂ. ഒരു കച്ചവടവുമായി ചെറിയൊരു അനക്കം വന്നു തുടങ്ങിയിട്ടുള്ളൂ. പുതിയ വാഹനങ്ങൾക്കായാലും പഴയ വാഹനങ്ങൾക്കായാലും ചെറിയ തോതിലൊരു കച്ചവടം വന്നു തുടങ്ങിയതേ ഉള്ളൂ. 2023 നവംബർ മുതൽ ആർസി ബുക്കിന്റെ ലഭ്യത വളരെ കുറഞ്ഞ രീതിയിൽ, കിട്ടാത്ത രീതിയിലേക്ക് പോയി. പല പ്രാവശ്യം മിനിസ്റ്റർ നേരിട്ട് കണ്ടു, പല പ്രാവശ്യം കമ്മീഷണറെ നേരിട്ട് കണ്ടു. നമ്മുടെ പ്രിയപ്പെട്ട നേതാക്കൾ അഭ്യർത്ഥനകൾ നൽകിയതാണ്. ജില്ലാ സെക്രട്ടറി ഉമ്മർ വടക്കൻ, ഷമീം, കണയന്നൂർ താലൂക്ക് പ്രസിഡന്റ് കാസിർ കടവിൽ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് 95 കാക്കനാട്.